ചെന്താമര എന്നൊരു നല്ല പേരുകാരനാണെങ്കിലും കയ്യിലിരിപ്പ് ചെകുത്താൻ്റെതായിരുന്നു. രണ്ടുപേരെ കൊലപ്പെടുത്തിയ ഇരട്ടക്കൊലപാതകം നടത്തിയ അതിനും 5 വർഷം മുമ്പ് ഒരു കൊലപാതകം കൂടി നടത്തിയ ഒരു പ്രതി ഒരു കൂസലുമില്ലാതെ പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ അധിക സമയമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ യാതൊരു ക്ഷീണവും നമുക്ക് കാഴ്ചയിൽ കാണാനില്ലെന്ന് മാത്രമല്ല, അയാൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ നല്ല നല്ല ഭംഗിയായി തന്നെ അയാൾ ഇരിക്കുന്നുണ്ട്. നേരത്തെ അയാൾ ഭക്ഷണം കഴിക്കാൻ നടത്താൻ വരിക. അതെ, എം എൽ എ വീണ്ടും സംസാരിക്കും. സത്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് വല്ലാത്ത രൂപത്തിലുള്ള രോഷത്തിലാണ് നിൽക്കുന്നത്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇതിനേക്കാൾ രൂക്ഷമായ രോഷം ഉണ്ടായിരുന്ന പ്രദേശത്തും തെളിവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അതങ്ങ് നടക്കട്ടെ. നിയമത്തിൻ്റെ മുന്നിൽ MLA ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കണത്. പിന്നെ ഇതിനെന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു മുതലെടുപ്പിനും പലരും ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ വേറെ രീതിയിലേക്ക് മാറുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ, ആ കൊടും കുറ്റവാളിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക, നിയമപരമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അതല്ല ജനങ്ങൾക്കാണ് കയ്യിൽ കിട്ടിയതെങ്കിൽ അത് ജനകീയമായ വിചാരണ നടത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പോലീസ് സേനയുടെ കയ്യിൽ പിടിക്കപ്പെട്ടിട്ടൊരു പ്രതിയെ നമ്മളെന്ത് സംഘർഷം ഉണ്ടാക്കാനാണ്? ആ രീതിയല്ലല്ലോ. അത് നിയമപരമായിട്ട് എത്ര പരമാവധി ശിക്ഷ കിട്ടുമോ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലീസ് സേനയ്ക്കുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാൻ പാടില്ല. അത്രയേ ഞങ്ങൾക്കുള്ളൂ. കെ ബാബു MLA ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് ഒരു ഏകദേശം ഒരു ശമനം, ഇപ്പോൾ ഉണ്ടായിരുന്ന തർക്കങ്ങൾക്ക് ഒരു നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ആളുകളൊക്കെ ഏതാണ്ട് പിരിഞ്ഞു പോകാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ പ്രതിഷേധം തന്നെയാണ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ കണ്ടത്. എന്തായാലും അഷ്മി, ഒരു ഭാഗത്ത് ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്ന നടപടി പുരോഗമിക്കുകയാണ്, സജീവമായി പുരോഗമിക്കുകയാണ് ചോദ്യം ചെയ്യുന്ന നടപടി. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ആളുകളോട് പിരിഞ്ഞു പോകാൻ നിരന്തരം പോലീസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തായാലും മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതി ഹാജരാക്കില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെ ആയിരിക്കും ആ നടപടികളിലേക്ക് അടക്കം കടക്കുക. ഇപ്പോൾ പ്രാഥമികമായ വിവരശേഖരണം പോലീസിന് നടത്തേണ്ടതുണ്ട് എന്നാണ് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DSP മുരളീധരൻ അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ ഉറങ്ങാൻ അനുവദിക്കുകയും നാളെ ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് ശേഷമായിരിക്കും ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്ന നടപടിയിലേക്ക് അടക്കം കടക്കുക. ഇനി പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഈ സംഭവ സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് കൃത്യം നടന്ന സ്ഥലത്തടക്കം എത്തിച്ച് തെളിവെടുപ്പ് വളരെ ശാന്തമായിട്ട് പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത്രയധികം ആളുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ഇവരൊക്കെയാണ് ഈ സ്റ്റേഷന് മുന്നിൽ ആദ്യ തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങളൊരു പ്രതിഷേധം ഉയർത്താനുള്ള കാരണം എന്താണ്? അതായത് നിങ്ങൾ ഈ ഇതിൽ കൂടിയ സർച്ചിൽ കൂടിയ ആളുകളായിരുന്നു? സർച്ചിൽ കൂടിയല്ല, നമ്മളിവിടെ നെന്മാറിൽ തന്നെ ഉള്ളതാണ്. നമ്മളവിടെ കൂടിയിട്ടില്ല. നമ്മൾ അത്യാവശ്യം പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്കൊരു വർഷം ഉണ്ടാവുമല്ലോ ഏകദേശം, അത്ര അതിന് കാണിച്ചിട്ടുള്ളൂ. വേറെ നമുക്കൊരു എത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയ പ്രതിയെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. അത്ര അത് നമുക്ക് കാണണമെന്നുണ്ടല്ലോ. അതിനെ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. അത് അനുവദിച്ചില്ല, അത് കാണാൻ വേണ്ടി ചോദിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ഇവിടെ പ്രതിഷേധമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ തെളിവെടുപ്പ് മറ്റ് നടക്കുമ്പോഴാണെങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഇടപെടൽ എന്ന് പറയുന്നത് പോലീസിനെ വളരെ ശാന്തമായിട്ട് അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം അവരുടെ ഭാഗത്ത് വലിയ പിഴവ് ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മുന്നോട്ട് പോയാൽ മാത്രമേ പ്രതിക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഈ നിയമ സംവിധാനങ്ങൾക്ക് കഴിയൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം അവർക്ക് ഒരുക്കി നൽകുകയാണ് വരും ദിവസങ്ങളിലാണെങ്കിലും ഇവിടെയുള്ള ആളുകൾ, നാട്ടുകാരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് MLA അടക്കമുള്ള ആളുകൾ പറയുന്ന കാര്യം. അത് എപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ വളരെ ശാന്തമായി കഴിഞ്ഞു. ഒരു ഭാഗത്ത് ചോദ്യം ചെയ്യൽ വളരെ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്ത് പുരോഗമിൽ തന്നെ ഇപ്പോൾ പുറത്ത് വലിയ സംഘർഷം ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്തായാലും ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ഭാഗികമായി പരിഹരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ എത്ര മണി വരെയാണ് ഈ പ്രതിയുമായുള്ള ചോദ്യം ചെയ്യൽ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ അത് അവസാനിപ്പിച്ചേക്കും. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുന്ന നടപടിയിലേക്ക് അടക്കം കടക്കണമെങ്കിൽ അതൊരു പക്ഷേ നാളെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിലൊന്നും ഹാജരാക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ പ്രതിയെ ചോദ്യം ചെയ്ത നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.